കുട്ടിയെ കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല. പക്ഷേ ആ കുട്ടിയെ പരിപാലിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ നില അപകട സാഹചര്യം തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ പോലും ആ ഭാഗത്ത് നിൽക്കാൻ അനുവദിക്കുന്നില്ല. 20-ാം തീയതി പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് പീഡനത്തിന് ഇരയായി ഇവിടെ ലോഹിയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ, സാക്ഷി എന്നുള്ള പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആ കുട്ടിയെ കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല. പക്ഷേ ആ കുട്ടിയെ പരിപാലിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ നില അപകട സാഹചര്യം തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ പോലും ആ ഭാഗത്ത് നിൽക്കാൻ അനുവദിക്കുന്നില്ല. പൂർണ്ണമായും ആ ഒരു പ്രദേശം ഡൽഹി പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഡൽഹി പോലീസ് മാത്രമല്ല, കേന്ദ്രസേനാ അംഗങ്ങളെ കൂടി വിന്യസിപ്പിക്കുകയാണ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ മിക്കവാറും സർക്കാർ ആശുപത്രികൾ അമിത്ഷായുടെ നിയന്ത്രണത്തിലാണ്. ആരോഗ്യ പ്രവർത്തകർക്കോ ആരോഗ്യ വകുപ്പിനോ ആശുപത്രിയുടെ ഡയറക്ടർക്കോ മെഡിക്കൽ സൂപ്രണ്ടിനോ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കുടുംബത്തെ പോലും കാണാൻ സമ്മതിക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ കുടുംബം ഒരിക്കലും മാധ്യമപ്രവർത്തകരോടോ പൊതുപ്രവർത്തകരോടോ സംസാരിക്കരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഈ നിയന്ത്രണമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ സഫ്ദർജംഗ് ആശുപത്രിയിൽ സോനം വാങ്ചുക്കിനെ കാണാൻ പോയപ്പോഴും ഇതന്നെയാണ് സ്ഥിതി. അവിടുത്തെ ഹോസ്പിറ്റൽ ഡയറക്ടർ ഞങ്ങൾക്ക് അരുൺ ഓൾസോ വാസ് ദേർ, ദേ ഗേവ് us പെർമിഷൻ, അവർ ജനറൽ സെക്രട്ടറി ഓൾസോ വാസ് ദേർ. കാണാൻ അനുവാദം തന്ന് ഒരാളെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വിട്ടിട്ട് പോലും ഇടയ്ക്ക് വെച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. ഡൽഹി പോലീസാണ് ഇപ്പോൾ നമ്മുടെ ആശുപത്രികൾ മുഴുവൻ ഭരിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം ആ പെൺകുട്ടിയെ കാണുക, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായവും ഐക്യദാർഢ്യവും നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അതിനുള്ള സാവകാശം പോലും ഇവിടുത്തെ സർക്കാർ ആഭ്യന്തര വകുപ്പ് നൽകുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡൽഹി പോലീസാണ്. ഇപ്പം കേന്ദ്രസേനയുടെ ആൾക്കാരുണ്ട് അവിടെ, അവരെയാണ് അവിടെ സെക്യൂരിറ്റിക്ക് വച്ചിരിക്കുന്നത്. ആ ഫ്ലോറിലേക്ക് തന്നെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ആ ഫ്ലോർ കഴിഞ്ഞ് ആ കുട്ടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ എത്തി. പക്ഷേ അവിടെ വീണ്ടും ഒരു പറ്റം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഡൽഹി പോലീസിൻ്റെ അനുമതിയില്ലാതെ ഒരൊറ്റ ആളെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ളത്. പിന്നെ അവിടെ നമ്മുടെ മലയാളികളൊക്കെ ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും മറ്റവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ചില സൂചനകളും വിവരങ്ങളും കിട്ടി. അതുപ്രകാരം അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ്. ഇതിന് മുമ്പും വന്ന ആൾക്കാരെയും അവിടുന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. മുമ്പ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെ കാണാൻ ശ്രമിച്ചിട്ടും അവരെ കാണാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിവരം.